ഗസ്റ്റിനെ കൊണ്ട് മലാക്ക വരെ ഒന്ന് പോയതാണ്, മലാക്ക എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അപ്പോൾ മലാക്ക ഫെസ്റ്റ് നടക്കുന്നതുകൊണ്ട് തന്നെ നിരവധി സ്ട്രീറ്റ് ആർട്ടിസ്റ്റുകളും അതുപോലെ തന്നെ നിരവധി സ്ട്രീറ്റ് ഷോപ്പുകളൊക്കെ മലാക്കയിലുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇയാളുടെ കാരിക്കേച്ചർ ഡിസ്പ്ലേ കണ്ടപ്പോൾ നമ്മുടെ ഗസ്റ്റിനൊരു ആഗ്രഹം, അയാളുടെ കൂടെ ഇരുന്നിട്ടൊരു കാരിക്കേച്ചർ വരയ്ക്കണം, അവരുടെ ഒരു കാരിക്കേച്ചർ വരയ്ക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ അങ്ങനെ വരയ്ക്കുകയാണ്. സംഭവം അടിപൊളിയാണ് ആളുടെ വരാട്ടോ. നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും. അബാങ് സ്റ്റുഡിയോ എന്നാണ് ആളുടെ പേര്, അബാങ് സ്റ്റുഡിയോ ആർട്ടിസ്റ്റ് എന്നാണ് ആളുടെ പേര്. സംഭവം അബാങ് എന്ന് പറഞ്ഞ ബ്രദർ എന്നാണ് ആളുടെ കടയുടെ പേര്, അങ്ങനെ ആൾ ഇട്ടിരിക്കുക എന്ന് മാത്രം. ഇത്തരത്തിൽ നിരവധി സ്ട്രീറ്റ് ആർട്ടിസ്റ്റുകൾ നമുക്ക് ഇപ്പോൾ മലാക്കയിൽ കാണാൻ പറ്റും. ഇപ്പോൾ നല്ല ടൈമാണ് മലാക്ക വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും അയാളുടെ ഡിസ്പ്ലേ കണ്ടു കഴിഞ്ഞാൽ കണ്ണുകളിപ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അയാൾ വരച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആളിങ്ങനെ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഗസ്റ്റിന് എന്തത് വരയ്ക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല, കാരണം അയാൾ ഓപ്പോസിറ്റ് ഇരുന്നാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഞാനിത് പേപ്പറിൽ അയാളുടെ വര കാണുന്നുണ്ട്. ഒരു രക്ഷയില്ല, എന്തോ ഒരു മാജിക് ഉണ്ട് അയാളുടെ കയ്യിൽ. അയാളിങ്ങനെ വരയ്ക്കുന്നു, ഒരു ചിത്രം ഇങ്ങനെ തെളിഞ്ഞ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരുന്നു. എന്ത് രസമാണെന്നറിയോ അത് കാണാനായിട്ട്. അപ്പോൾ കളറാണ് അവർ ചൂസ് ചെയ്തത്. അപ്പോൾ അതിന് കളർ കൊടുക്കുന്നത് തന്നെ കാണാനായിട്ട് നല്ല രസമാണ്. എന്തായാലും ഞാനത് കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ അതിൻ്റെ ഒരു ട്രിക്കൊക്കെ ഏകദേശം മനസ്സിലാക്കാമെന്ന് വിചാരിച്ചാലും നമുക്ക് മനസ്സിലാവുന്നില്ല, കാരണം വളരെ സ്പീഡിലാണ് 10 മിനിറ്റ് കൊണ്ട് വരച്ച് തീർത്തു. എന്തായാലും ആളിരിക്കുന്നത് ഫമോസ കോട്ടയുടെ തൊട്ട് ഫ്രണ്ടിലെ ബസ് സ്റ്റോപ്പിലാണ് കേട്ടോ. അങ്ങനെ വരച്ച് തീർത്ത് ആ ഒരു ചിത്രം അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ മുഖത്തുള്ള സന്തോഷവും ആ പൈസ കിട്ടിയപ്പോൾ അയാളുടെ മുഖത്തുള്ള സന്തോഷമൊക്കെ കണ്ടപ്പോൾ എനിക്കും കണ്ണ് നിറഞ്ഞു. കാരണം ഇത് അവളുടെ ഒരു ദിവസ വരുമാനമാണല്ലോ. അപ്പോൾ ഇനി മലയ്ക്ക് പോകുമ്പോൾ കാരിക്കേച്ചർ വരയ്ക്കാൻ മറക്കണ്ട.